ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെം ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഡിഡക്ഷൻസ് ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സെക്ഷൻ 80G വരെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്കൗട്ട് ചെയ്തിട്ട് കാണുക കേട്ടോ. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഡിഡക്ഷൻ ഡൊണേഷൻ പെയ്ഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് അസോസിയേഷൻ സെക്ഷൻ 18GGA. ഓക്കെ, GA അതാണ് സെക്ഷൻ 80GGA, ഡൊണേഷൻ പെയ്ഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് അസോസിയേഷൻ. ഓക്കെ, അതായത് ഈ ഡിഡക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, അത്തരത്തിലുള്ള ഡിഡക്ഷൻ കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. അസസിക്ക് എൻടൈറ്റിൽ ടു ഡിഡക്ഷൻ ഓൾ അസസി, എല്ലാ തരത്തിലുള്ള അസസിക്കും ഈ തരത്തിലുള്ള ഡിഡക്ഷൻ കിട്ടും. എലിജിബിലിറ്റി എന്ന് പറയുന്നത്, അതായത് ഇത്തരത്തിലൊരു ഡിഡക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എലിജിബിലിറ്റിയാണ് പറയുന്നത്. പേയ്മെൻറ്റ് മെയ്ഡ് ടു എ സയൻറ്റിഫിക് റിസർച്ച് അസോസിയേഷൻ ഓർ ടു ആൻ അപ്രൂവ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ സയൻറ്റിഫിക് റിസർച്ച് ഓർ ടു എനി റൂറൽ ഡെവലപ്മെൻറ്റ് ഫണ്ട്. അതായത് ഏതെങ്കിലും ഒരു സയൻറ്റിഫിക് റിസർച്ച് അസോസിയേഷനോ അല്ലെങ്കിൽ അപ്രൂവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനോ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ സയൻറ്റിഫിക് റിസർച്ച് നടത്തിയതിൻ്റെ പേരിൽ ഒരു പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ആ പേയ്മെൻറ്റ് ഉണ്ടല്ലോ, നമ്മൾ ആ കൊടുത്ത പേയ്മെൻറ്റിന് അതിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടും എന്നാണ് പറയുന്നത്. അതാണ് ഡൊണേഷൻ പെയ്ഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് അസോസിയേഷൻ സെക്ഷൻ 80GGA. ഓക്കെ, അപ്പോൾ എത്ര രൂപയാണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുക? എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ 100% എമൗണ്ട് പെയ്ഡ്. അതായത് എത്ര രൂപയാണോ നമ്മൾ പേയ്മെൻറ്റ് നൽകിയിട്ടുള്ളത്, അപ്പോൾ ആ കംപ്ലീറ്റ് എമൗണ്ട് നമുക്ക് ഡിഡക്ഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് സെക്ഷൻ 80GGA. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് സെക്ഷനാണ് ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ബൈ ഇന്ത്യൻ കമ്പനി സെക്ഷൻ 80GGB. ഓക്കെ, എന്താണ് ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ബൈ ഇന്ത്യൻ കമ്പനീസ്? അതായത് ഏതെങ്കിലും ഒരു ഇന്ത്യൻ കമ്പനി പൊളിറ്റിക്കൽ പാർട്ടീസിന് എന്തെങ്കിലും തരത്തിലുള്ള ഡൊണേഷൻസ് കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, അതിവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ത്യൻ കമ്പനി ആയിരിക്കണം കൊടുക്കേണ്ടത്. അത് ആർക്ക് കൊടുക്കണം? പൊളിറ്റിക്കൽ പാർട്ടീസിന് വേണം ഡൊണേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആ കൊടുത്ത എമൗണ്ടിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, അസസി എൻടൈറ്റിൽ ടു ഡിഡക്ഷൻ ഇന്ത്യൻ കമ്പനീസ് ആയിരിക്കണം ഡൊണേഷൻ കൊടുക്കുന്നത്. ആർക്ക്? പൊളിറ്റിക്കൽ പാർട്ടീസിന്. എലിജിബിലിറ്റി ഡൊണേഷൻ പെയ്ഡ് ടു പൊളിറ്റിക്കൽ പാർട്ടീസ്. ഓക്കെ, ഇനി എത്ര രൂപയാണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുക? എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ 100% സം പെയ്ഡ്. എത്ര രൂപയാണോ അവർ ഡൊണേഷൻ കൊടുത്തിട്ടുള്ളത് ആ കംപ്ലീറ്റ് എമൗണ്ട് അവർക്ക് ഇന്ത്യൻ കമ്പനീസിന് ഡിഡക്ഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ബൈ പേഴ്സൺ അതർ ദാൻ ഇന്ത്യൻ കമ്പനീസ്. അതായത് കഴിഞ്ഞ സെക്ഷൻ 80GGC. ഓക്കെ, സെക്ഷൻ 80GGBയിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അത് ഇന്ത്യൻ കമ്പനീസ് ആയിരിക്കും പൊളിറ്റിക്കൽ പാർട്ടീസിന് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഇന്ത്യൻ കമ്പനീസ് അല്ല, ഇവിടെ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആണ് കൊടുക്കുന്നത്. ബൈ പേഴ്സൺ അതർ ദാൻ ഇന്ത്യൻ കമ്പനീസ്. ഓക്കെ, ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ബൈ പേഴ്സൺ അതർ ദാൻ ഇന്ത്യൻ കമ്പനി സെക്ഷൻ 80GGC. ഓക്കെ, അതിലെന്താ പറയുന്നത്? അസസി എൻടൈറ്റിൽ ടു ഡിഡക്ഷൻ ഓൾ അസസി എക്സെപ്റ്റ് ഇന്ത്യൻ കമ്പനി, ലോക്കൽ അതോറിറ്റി, ജുഡീഷ്യൽ പേഴ്സൺ. അതായത് എല്ലാ അസസികൾക്കും ഈ ഡിഡക്ഷൻ കിട്ടും എക്സെപ്റ്റ് ഇന്ത്യൻ കമ്പനീസിന്, അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റി, ജുഡീഷ്യൽ പേഴ്സൺ അല്ലാത്ത എല്ലാ അസസിക്കും ഈ ഒരു തരത്തിലുള്ള ഡിഡക്ഷൻ ഉണ്ടായിരിക്കും. എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ ഡൊണേഷൻ പെയ്ഡ് ടു പൊളിറ്റിക്കൽ പാർട്ടീസിന് ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം. എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ 100% സം പെയ്ഡ്. അവർ എത്ര രൂപയാണോ ആ പേഴ്സൺ കൊടുത്തിട്ടുള്ളത് ആ കംപ്ലീറ്റ് എമൗണ്ടിന് ഡിഡക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്ന സെക്ഷനാണ് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ഫ്രം അണ്ടർടേക്കിംഗ് എൻഗേജ്ഡ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. അതായത് അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ സെക്ഷൻ 80IA. അതായത് അസസിയുടെ കേസ് പറയുമ്പോൾ അസസി എൻഗേജ്ഡ് ഇൻ ബിസിനസ്. എല്ലാ അസസികൾക്കും ഇതെന്തല്ല, ഈ ഒരു തരത്തിലുള്ള ഡിഡക്ഷൻ കിട്ടില്ല. ബിസിനസ്സിൽ എൻഗേജ്ഡ് ചെയ്തിട്ടുള്ള അസസികൾക്കായിരിക്കും ഇത്തരത്തിലൊരു ഡിഡക്ഷൻ കിട്ടുന്നുണ്ടായിരിക്കും. അതായത് ബിസിനസ് നടത്തുന്നവർ. ഓക്കെ, പിന്നെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബിസിനസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. അതായത് ബിസിനസ് നടത്തുമ്പോൾ ഓഫ് കോഴ്സ് അതിൽ നിന്നൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ കിട്ടുന്ന പ്രോഫിറ്റ് അവരെന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യണം? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്താൽ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ 100% ഓഫ് പ്രോഫിറ്റ് ഫോർ 10 അസസ്മെൻറ്റ് ഇയേഴ്സ്. ഓക്കെ, അങ്ങനെ ആ പ്രോഫിറ്റ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ യൂസ് ചെയ്ത കംപ്ലീറ്റ് എമൗണ്ട് ഉണ്ടല്ലോ, ആ കംപ്ലീറ്റ് എമൗണ്ട് നമുക്ക് ഡിഡക്ഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്കല്ല, ആ അസസിക്ക്, ബിസിനസ്സിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ആ അസസിക്ക് ഡിഡക്ഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. ഏത്? ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ഫ്രം അണ്ടർടേക്കിംഗ് എൻഗേജ്ഡ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സെക്ഷൻ 18IA. ഓക്കെ,
പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ഫ്രം ആൻ അണ്ടർടേക്കിംഗ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് സ്പെഷ്യൽ എക്കോണമിക് സോൺസ് സെക്ഷൻ 18 IAB. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ, എന്നാലും ജസ്റ്റ് പഠിച്ച് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിലും അതുപോലെ തന്നെയാണ് പറയുന്നത്. അസസി എന്ന് പറയുന്നത് ബിസിനസ്സിൽ എൻഗേജ് ചെയ്തിട്ടുള്ളവരായിരിക്കണം. ഇവരുടെ എലിജിബിലിറ്റി, അതായത് ഇവർക്ക് ഇത്തരത്തിലൊരു ഡിഡക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അണ്ടർടേക്കിംഗ് എൻഗേജ്ഡ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് സെസ്, അതിൽ എന്തുണ്ടായിരിക്കണം, സ്പെഷ്യൽ എക്കോണമിക് സോണിൽ ഇവർ അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ അത് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമായിരിക്കും ഇവർക്ക് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ ഉണ്ടായിരിക്കുക. എത്ര രൂപ വരെ ഡിഡക്ഷൻ കിട്ടും? 100% പ്രോഫിറ്റ് ഫോർ 10 അസസ്മെൻറ്റ് ഇയേഴ്സ് വരെ നമുക്ക് ഇവർക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്ഷനാണ് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ഫ്രം സ്പെസിഫൈഡ് ബിസിനസ് സെക്ഷൻ 18 IAC. ഓക്കെ, ഇതിലും അസസി എന്തായിരിക്കണം? എൻഗേജ്ഡ് ഇൻ ബിസിനസ്സിൽ എൻഗേജ്ഡ് ആയിട്ടുള്ളവരായിരിക്കണം. പിന്നെ എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ അണ്ടർടേക്കിംഗ് വിച്ച് ഇൻവോൾവ്സ് ഇന്നോവേഷൻ, ഡെവലപ്മെൻറ്റ് ഓർ ഇംപ്രൂവ്മെൻറ്റ് ഓർ പ്രൊഡക്ട്സ് വിത്ത് എ ഹൈ പൊട്ടൻഷ്യൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. ഓക്കെ, എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ 100% ഓഫ് പ്രോഫിറ്റ് ഫോർ 3 അസസ്മെൻറ്റ് ഇയേഴ്സ്. ഓക്കെ, ഇതാണ് ഇത് പറഞ്ഞത് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ഫ്രം സ്പെസിഫൈഡ് ബിസിനസ് സെക്ഷൻ 18 IAC. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് ഹൗസിംഗ് പ്രൊജക്ട് സെക്ഷൻ 18 IBA. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് ഹൗസിംഗ് പ്രൊജക്റ്റ്, അതായത് അസസി ബിസിനസ് ചെയ്യുന്നവർ തന്നെയായിരിക്കണം അസസി എൻഗേജ്ഡ് ഇൻ ബിസിനസ്. ഓക്കെ, അതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ അസസി എൻഗേജ്ഡ് ഇൻ ഹൗസിംഗ് പ്രൊജക്ട്സ് വിച്ച് ഈസ് അപ്രൂവ്ഡ് ബൈ ദ കോമ്പറ്റേറ്റീവ് അതോറിറ്റി ഇൻ ബിറ്റ്വീൻ 1/6/2016 ആൻഡ് 31/3/2022. എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ 100% ഓഫ് പ്രോഫിറ്റ്. അതായത് ഹൗസിംഗ് പ്രൊജക്റ്റ് ചെയ്യുന്നവരുണ്ടല്ലോ, ഇങ്ങനെ വീട് കെട്ടിക്കൊടുക്കുക അങ്ങനത്തെ പ്രൊജക്റ്റ് ചെയ്യുന്നവർക്കുള്ള ഡിഡക്ഷനാണിത്. വിച്ച് ഈസ് അപ്രൂവ്ഡ് ബൈ ദ കോമ്പറ്റേറ്റീവ് അതോറിറ്റി ബിറ്റ്വീൻ 1/6/2016 മുതൽ 31/3/2022 വരെയുള്ളതിൽ കോമ്പറ്റേറ്റീവ് അതോറിറ്റി അപ്രൂവ് ചെയ്തിട്ട് അസസി ഹൗസിംഗ് പ്രൊജക്റ്റ് ചെയ്യുന്നവരായിരിക്കണം. അതിൽ ഡിഡക്ഷൻ ഉണ്ടായിരിക്കുക 100% ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും. അതിൽ ഡിഡക്ഷൻ കിട്ടുക. സെക്ഷൻ ഓർത്ത് വയ്ക്കുക, സെക്ഷൻ 18 IBA. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡിഡക്ഷൻ ഫ്രം പ്രോഫിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ അതിൽ വരുന്ന ഡിഡക്ഷനാണ്. അസസി എൻടൈറ്റിൽ ഡിഡക്ഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു മെമ്പർ ആയിരിക്കണം. എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ ബാങ്കിങ്, ബിസിനസ്, കോട്ടേജ് ഇൻഡസ്ട്രി, മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്. ഓക്കെ, എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ 100% ഓഫ് സച്ച് പ്രോഫിറ്റ് ആൻഡ് അതർ ഇൻകംസ് ആപ്ലിക്കബിൾ ദ റേറ്റ് ഓഫ് പ്രിസ്ക്രൈബ്ഡ്. ഓക്കെ, അതാണ് ഡിഡക്ഷൻ ഫ്രം പ്രോഫിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്ഷൻ 18P. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡിഡക്ഷൻ ഫ്രം റോയൽറ്റി ഇൻകം ഓഫ് ഓതേഴ്സ്. അതായത് എഴുത്തുകാർക്കൊക്കെ റോയൽറ്റി ഇൻകം കിട്ടും, അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഡിഡക്ഷനാണ് സെക്ഷൻ 18Q പറയുന്നത്. ഓക്കെ, അസസി എൻടൈറ്റിൽ ടു ഡിഡക്ഷൻ ആൻഡ് ഇൻഡിവിജ്വൽ റെസിഡൻറ്റ് ഇൻ ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം. എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ ഓതർ ഓഫ് എ ബുക്ക് ബീങ് വർക്ക് ഓഫ് ലിറ്റററി, ആർട്ടിസ്റ്റിക് ഓർ സയൻറ്റിഫിക് നേച്ചർ. ഓക്കെ, അതായിരിക്കണം എലിജിബിലിറ്റി എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ സച്ച് റോയൽറ്റി ഇൻകം ഓർ ₹3 lakh വിച്ച് എവർ ഈസ് ലെസ്. അതായത് ഒരു എഴുത്തുകാരന് കിട്ടുന്ന ഇൻകം അത് എത്രയാണോ അത്, പിന്നെ ₹3 lakh ഇതിലേതാണോ ഏറ്റവും ചെറിയ എമൗണ്ട്, അതായത് മാക്സിമം ഡിഡക്ഷൻ കിട്ടുന്നത് 3 lakh ആയിരിക്കും. ഓക്കെ, അതാണ് ഡിഡക്ഷൻ ഫ്രം റോയൽറ്റി ഇൻകം ഓഫ് ഓതേഴ്സ് സെക്ഷൻ 18Q പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഡിഡക്ഷൻ ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സേവിങ് അക്കൗണ്ട്. അതായത് സേവിങ് അക്കൗണ്ടിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഡിഡക്ഷൻ കിട്ടുകയാണെങ്കിൽ അതാണ് സെക്ഷൻ 18TTA പറയുന്നത്. ഓക്കെ, അസസി എൻടൈറ്റിൽ ടു ഡിഡക്ഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ഓർ HUFനും കിട്ടും, ഇൻഡിവിജ്വലിനും കിട്ടും. എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ ഇൻകം ഏൺഡ് ബൈ വേ ഇൻട്രസ്റ്റ് ഓൺ സേവിങ് അക്കൗണ്ട്. അതായത് സേവിങ് അക്കൗണ്ട് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതായത് നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് നമ്മുടെ സേവിങ് അക്കൗണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എന്തായാലും നമുക്ക് ആനുവലായിട്ട് നമുക്ക് അതിനൊരു ഇൻട്രസ്റ്റ് ഇൻകം നമുക്ക് ഏൺ ചെയ്യാൻ കഴിയും. ഓക്കെ, ആ കിട്ടുന്ന ഇൻട്രസ്റ്റിന് നമ്മൾ എന്തടക്കേണ്ടെന്നാണ് പറയുന്നത്, ടാക്സ് അടക്കേണ്ട, അത് ഡിഡക്ഷൻ ആവുമെന്നാണ് പറയുന്നത്. അതാണ് അസസി എൻടൈറ്റിൽ ടു ഡിഡക്ഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ആൻഡ് HUF എലിജിബിലിറ്റി ഇൻകം ഏൺഡ് ബൈ വേ ഇൻട്രസ്റ്റ് ഓൺ സേവിങ് അക്കൗണ്ട്. സേവിങ് അക്കൗണ്ടിൽ വഴി നമ്മൾ ഏൺ ചെയ്യുന്ന ഇൻകം, അതാണ് ഇൻട്രസ്റ്റ്. ഓക്കെ, എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ സച്ച് ഇൻകം ഓർ ₹10,000 വിച്ച് എവർ ഈസ് ലെസ്. അതായത് നമുക്കിപ്പോൾ നമ്മുടെ സേവിങ് അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടായിരിക്കുമല്ലോ,
അപ്പോൾ ആ ക്യാഷിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് ബാങ്ക് തരും. ഓക്കെ, ആ ഇൻട്രസ്റ്റ് എമൗണ്ട് ഓർ ₹10,000 ഇതിലേതാണോ ഏറ്റവും ചെറിയ എമൗണ്ട് അതിനാണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുക. ഓക്കെ, അതായത് മാക്സിമം ഡിഡക്ഷൻ എന്ന് പറയുന്നത് 10,000 ആണ്, അതിൽ കൂടുതൽ കിട്ടത്തില്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറഞ്ഞാൽ ദിസ് സെക്ഷൻ ഷാൽ നോട്ട് ബി അലൗഡ് ടു സീനിയർ സിറ്റിസൺ ഹീ ക്ലെയിം ഡിഡക്ഷൻ. ഇത് സീനിയർ സിറ്റിസൺ എന്തല്ല, അലൗഡ് അല്ല എന്നാണ് പറയുന്നത്. ഇത് സെക്ഷൻ 80TTA ഡിഡക്ഷൻ ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സേവിങ് അക്കൗണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് സെക്ഷനാണ് ഡിഡക്ഷൻ ഫ്രം ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്, സെക്ഷൻ 80TTB. ഇത് നമ്മുടെ ഇവർക്കുള്ളതാണ് കേട്ടോ, ആർക്ക്, സീനിയർ സിറ്റിസൺ ഉള്ളതാണ്. ഓക്കെ, അസസി എൻറ്റൈറ്റിൽ ടു ഡിഡക്ഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ഹു ഈസ് എ സീനിയർ സിറ്റിസൺ. സീനിയർ സിറ്റിസൺ ഉള്ളതാണ് സെക്ഷൻ 80TTB. ഈ സെക്ഷൻ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് നേരത്തെ പറഞ്ഞ ഡിഡക്ഷൻ കിട്ടാത്തത്. ഓക്കെ, പിന്നെ എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ ഇൻകം ഏൺഡ് ബൈ വേ ഇൻട്രസ്റ്റ് ഓൺ സേവിങ് ഓർ ഫിക്സഡ് ഡെപ്പോസിറ്റ്. സേവിങ് ഡെപ്പോസിറ്റിലോ ഫിക്സഡ് ഡെപ്പോസിറ്റിലോ അവരെന്തായാലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ സേവിങ്ങിൽ നിന്നും അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ, അപ്പോൾ ആ കിട്ടുന്ന ഇൻട്രസ്റ്റിന് ഡിഡക്ഷൻ കിട്ടും എന്നാണ് പറയുന്നത്. ഈ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു തരത്തിലുള്ള ഇൻകം ആണല്ലോ. ഓക്കെ, അതിൽ പറഞ്ഞ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ ആണ് സച്ച് ഇൻകം ഓർ ₹15,000 വിച്ച് എവർ ഈസ് ലെസ്. അതായത് ഇപ്പോൾ അവരൊരു 5 ലക്ഷം രൂപ അതിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അപ്പോൾ അവർക്ക് 10,000 രൂപയാണ് ഒരു വർഷത്തിൽ അവർക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 10,000 പിന്നെ ₹15,000. അപ്പോൾ ഇതിലേതാണോ ഏറ്റവും ചെറുത് ഇതിനാണ് അവർക്ക് ഡിഡക്ഷൻ കിട്ടുക. അതിൽ ഏറ്റവും ചെറുത് ഏതാ, 10,000 ആണ്. അപ്പോൾ 10,000 രൂപയ്ക്ക് അവരെന്തടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട. ഓക്കെ, എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ സച്ച് ഇൻകം ഓർ ₹15,000 വിച്ച് എവർ ഈസ് ലെസ്. ഓക്കെ, അതാണ് ഡിഡക്ഷൻ ഫ്രം ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. ഇത് സീനിയർ സിറ്റിസന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഡിഡക്ഷൻ ഫ്രം ഇൻകം ഓഫ് എ ഡിസബിൾഡ് പേഴ്സൺ. അതായത് ഈ ഡിസബിൾഡ് പേഴ്സണിന് ഇൻകം കിട്ടുകയാണെങ്കിൽ, ഓക്കെ, അപ്പോൾ ഡിസബിൾഡ് പേഴ്സൺ അല്ലാണ്ട് ഡിസബിൾഡ് പേഴ്സണിനെ നോക്കുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ ഡിസബിൾഡ് പേഴ്സൺ ഡിപ്പെൻഡായ വ്യക്തിക്കോ ഒന്നുമല്ല, ആരാണോ ഡിസബിൾഡ് പേഴ്സൺ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം കിട്ടുകയാണെങ്കിൽ അസസി എൻറ്റൈറ്റിൽ ടു ഡിഡക്ഷൻ റെസിഡൻ്റ് ആയിരിക്കണം. എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ ഇൻകം ഏൺഡ് ബൈ ഡിസബിൾഡ് പേഴ്സൺ ആയിരിക്കണം, അദ്ദേഹം ആയിരിക്കണം ഇൻകം ഏൺ ചെയ്യേണ്ടത്. പിന്നെ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ ഇൻകം ഓർ ₹75,000 വിച്ച് എവർ ഈസ് ലെസ്. അതായത് ഒരു വർഷത്തിൽ അവർക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻകം, ഓക്കെ, അതാണോ ചെറുത് അതോ ₹75,000 വിച്ച് എവർ ഈസ് ലെസ്. ഇത് ഒരു നോർമൽ ആയിട്ടുള്ള, അതായത് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരാൾക്ക് അവർക്കാണ് 75,000 വരെ മാക്സിമം ഡിഡക്ഷൻ പോകുന്നത്. അതല്ല ഈ സെവർ ഡിസബിലിറ്റി, അതായത് 80% ഓർ മോർ ഡിസബിൾഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഇൻകം ഓർ 1,25,000 വിച്ച് എവർ ഈസ് ലെസ്. ടോട്ടൽ ഇൻകം അല്ലാന്നുണ്ടെങ്കിൽ 1,25,000 ഇതിലേതാണോ ഏറ്റവും ചെറുത് ഇതിനായിരിക്കും അവർക്ക് ഡിഡക്ഷൻ കിട്ടുക. അതായത് മാക്സിമം ഡിഡക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് ഒട്ടും വയ്യാത്ത ഒരാളുടേത് 1,25,000 1,25,000, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരാളത് 75,000 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ ഡിഡക്ഷൻ പറയുന്നത് കേട്ടോ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റിൽ സെക്ഷൻ 80C ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സെക്ഷൻ 80D ഇമ്പോർട്ടൻ്റ് ആണ്. 80D എന്ന് പറയുമ്പോൾ പേയ്മെൻറ്റ് ഓഫ് മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയമില്ലേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ ഇത് ഡൊണേഷൻ്റെ സെക്ഷൻ 80G ഡൊണേഷൻ മെയ്ഡ് ടു സെർട്ടൈൻ ഫണ്ട്സ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ അലൗഡ് ഡിഡക്ഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ഉള്ളതെന്ന്. ഈ 3 മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതുവരെ എടുത്തതെല്ലാതുമില്ല, അതെല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം ഒരു ക്വസ്റ്റ്യനിൽ ഒരുപാട് കാര്യങ്ങൾ പെർട്ടിക്കുലേഴ്സ് ഉണ്ടായിരിക്കില്ല, അപ്പോൾ ഇതെല്ലാം അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള തന്നെയാണ്. എന്നാലും ഞാൻ അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ 3 പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത് എല്ലാതും പഠിക്കും. അപ്പോൾ 4 വീഡിയോസ് അല്ലെങ്കിൽ 5 വീഡിയോസ് ആയിട്ടുണ്ടാകും, 3-4 വീഡിയോസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഡിഡക്ഷൻസ് നിർബന്ധമായിട്ടും പഠിക്കുക കേട്ടോ. വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.